JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് OA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയലും ഉണ്ട്. 2024, 2023, 2022, 2021 ഇത്രയും വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ഫയലാണ്. ഏകദേശം 2000-നോട് മുകളിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അത് നിങ്ങൾ ഓരോ ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ 1 by 1 ആയിട്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളും കുറച്ച് കറണ്ട് അഫയേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ ഏതാണ് ഗ്രാമീണ വികസനത്തിന്റെ ലക്ഷ്യം അല്ലാത്തത്? അതായത് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഇതില് ഏതാണ് ഗ്രാമീണ വികസനത്തിന്റെ ലക്ഷ്യമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നഗരവാസികളുടെ വേതനം മെച്ചപ്പെടുത്തല്, ഓപ്ഷൻ ബി ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കൽ പ്രവർത്തിക്കുക, ഓപ്ഷൻ സി ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്താൻ, ഓപ്ഷൻ ഡി ഗ്രാമീണ ജനതയുടെ വേതനം മെച്ചപ്പെടുത്താൻ. ഇതില് ഏതാണ് ഗ്രാമീണ വികസനത്തിന്റെ ലക്ഷ്യം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് കണ്ടുപിടിച്ചോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ഗ്രാമീണ വികസനത്തിന്റെ ലക്ഷ്യമല്ലാത്തത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നഗരവാസികളുടെ വേതനം മെച്ചപ്പെടുത്തൽ അത് ഗ്രാമീണ വികസനത്തിന്റെ ലക്ഷ്യമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമീണ വികസനം നടപ്പിലാക്കുന്നതിനുള്ള സംരംഭങ്ങളിൽ ഡാഷ് ഉൾപ്പെടുന്നു. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് ഗ്രാമീണ വികസനം നടപ്പിലാക്കുന്നതിനുള്ള സംരംഭങ്ങളിൽ അതിലൊരെണ്ണം ഉൾപ്പെടുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ഓപ്ഷൻ ബി കാർഷിക ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു, ഓപ്ഷൻ സി ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം. ഇതിൽ ഏതാണ് ഗ്രാമീണ വികസനം നടപ്പിലാക്കുന്നതിനുള്ള സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ? ഏതാണ്? മുകളിൽ പറഞ്ഞ എല്ലാം തന്നെ ഗ്രാമീണ വികസനം നടപ്പിലാക്കുന്ന സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, കാർഷിക ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു, ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഗ്രാമീണ വികസനം നടപ്പിലാക്കുന്നതിനുള്ള സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അതായത് നബാർഡ് സ്ഥാപിതമായത് എപ്പോഴാണ്? അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ? എന്താണ് 2 ചോദ്യം? നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. മറക്കരുത് കേട്ടോ, അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സ്ഥാപിതമായത് എപ്പോഴാണ്? അപ്പോൾ നബാർഡിനെ സംബന്ധിച്ച് 2 രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നബാർഡ് എന്ന് ചോദിക്കാറുണ്ട്. നബാർഡിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അത് ഓർത്തിരിക്കണം. അപ്പോൾ ഇത് സ്ഥാപിതമായത് എപ്പോഴാണ്? ആർക്കെങ്കിലും അറിയാമോ? 1969-ലാണോ, 1975-ലാണോ, 1982-ലാണോ, 1991-ലാണോ? ഏത് വർഷമാണ് നബാർഡ് സ്ഥാപിതമായത്? എപ്പോഴാണ്? 1982-ൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് ഗ്രാമീണ വായ്പയുടെ സ്ഥാപന സ്രോതസ്സുകൾ? അതായത് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ഗ്രാമീണ വായ്പയുടെ സ്ഥാപന സ്രോതസ്സുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകള്, ഓപ്ഷൻ ബി ഭൂ ഉടമകള്, ഓപ്ഷൻ സി വ്യാപാരികള്, ഓപ്ഷൻ ഡി പണമിടപാടുകാർ. ഏതാണ് ഗ്രാമീണ വായ്പയുടെ സ്ഥാപന സ്രോതസ്സുകൾ? ഏതാണ്? കണ്ടുപിടിച്ചോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ഏതാണത്? പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളാണല്ലേ? അതാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളാണ് ഗ്രാമീണ വായ്പയുടെ സ്ഥാപന സ്രോതസ്സുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഗ്രാമീണ സമൂഹങ്ങളിലേക്ക് ഔപചാരിക വായ്പാ സംവിധാനങ്ങളെ സമന്വയിപ്പിക്കാൻ സഹായിക്കുന്നു. 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ഗ്രാമീണ സമൂഹങ്ങളിലേക്ക്
ഔപചാരിക വായ്പാ സംവിധാനങ്ങളെ സമന്വയിപ്പിക്കാൻ സഹായിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ഭൂവികസന ബാങ്കുകള്, ഓപ്ഷൻ ബി സ്വയം സഹായ സംഘങ്ങള്, ഓപ്ഷൻ സി പ്രാദേശിക ഗ്രാമീണ ബാങ്കുകള്, ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ആണ് ഈ പറഞ്ഞ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ഗ്രാമീണ സമൂഹങ്ങളിലേക്ക് ഔപചാരിക വായ്പാ സംവിധാനങ്ങളെ സമന്വയിപ്പിക്കാൻ സഹായിക്കുന്നത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉത്തരം കണ്ടുപിടിച്ചോ? ഏതാണ്? സ്വയം സഹായ സംഘങ്ങളാണ് അല്ലെ. സ്വയം സഹായ സംഘങ്ങള് ഗ്രാമീണ സമൂഹങ്ങളിലേക്ക് ഔപചാരിക വായ്പാ സംവിധാനങ്ങളെ സമന്വയിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, സംഭരണം, ഗ്രേഡിംഗ്, പാക്കേജിംഗ്, വിതരണം എന്നിവയുടെ പ്രക്രിയ ഡാഷ് എന്നറിയപ്പെടുന്നു. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, സംഭരണം, ഗ്രേഡിംഗ്, പാക്കേജിംഗ്, വിതരണം എന്നിവയുടെ പ്രക്രിയ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ എ കാർഷിക വിപണനം, ഓപ്ഷൻ ബി കാർഷിക വൈവിധ്യവൽക്കരണം, ഓപ്ഷൻ സി കാർഷിക മാനേജ്മെന്റ്, ഓപ്ഷൻ ഡി കാർഷിക ബാങ്കിങ്. ഏതാണ് ഇതിന്റെ അകത്ത് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ്? കാർഷിക വിപണനമാണ് അല്ലെ. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൂട്ടിച്ചേർക്കല്, സംഭരണം, ഗ്രേഡിംഗ്, പാക്കേജിംഗ്, വിതരണം എന്നിവയുടെ പ്രക്രിയ കാർഷിക വിപണനം എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമവികസനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പരിപാടികൾ ഏതാണ്? ഗ്രാമവികസനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പരിപാടികൾ ഏതാണ്? ഓപ്ഷൻ എ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, ഓപ്ഷൻ സി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ഇതില് ഈ ഓപ്ഷനകത്ത് ഏതെല്ലാമാണ് ഗ്രാമവികസനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പരിപാടികൾ? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? മുകളിൽ പറഞ്ഞത് എല്ലാം ഗ്രാമവികസനത്തിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പരിപാടികളാണ്. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏതാണ് ഗ്രാമീണ വായ്പയുടെ സ്ഥാപനേതര ഉറവിടങ്ങൾ? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് ഏതാണ് ഗ്രാമീണ വായ്പയുടെ സ്ഥാപനേതര ഉറവിടങ്ങൾ? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകള്, ഓപ്ഷൻ ബി പണമിടപാടുകാർ, ഓപ്ഷൻ സി വാണിജ്യ ബാങ്കുകള്, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഇതിലേതാണ് ഗ്രാമീണ വായ്പയുടെ സ്ഥാപനേതര ഉറവിടങ്ങൾ? ഏതാണ്? പണമിടപാടുകാരാണ് അല്ലെ. പണമിടപാടുകാരാണ് ഗ്രാമീണ വായ്പയുടെ സ്ഥാപനേതര ഉറവിടങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ വായ്പ നൽകുന്നതിനുള്ള ഇന്ത്യയിലെ പരമോന്നത ഫണ്ടിംഗ് ഏജൻസി ഡാഷ് ആണ്. ഏതാണ് ഗ്രാമീണ വായ്പ നൽകുന്നതിനുള്ള ഇന്ത്യയുടെ പരമോന്നത ഫണ്ടിംഗ് ഏജൻസി? ഏതാണ്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി പ്രാദേശിക ഗ്രാമീണ ബാങ്കുകള്, ഓപ്ഷൻ സി നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ്, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. അപ്പോൾ ഏതാണ് ഗ്രാമീണ വായ്പ നൽകുന്നതിനുള്ള ഇന്ത്യയിലെ പരമോന്നത ഫണ്ടിംഗ് ഏജൻസി? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണ് അല്ലെ. ഏതാണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ്. അപ്പോൾ നബാർഡിനെ സംബന്ധിച്ച് 3 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതിൽ വെച്ച് കണ്ടോ, ആവർത്തിച്ച് വന്നിട്ടുണ്ട് നബാർഡിനെ കുറിച്ച് അല്ലെ. ഇതും പഴയ പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നാണ്. ഗ്രാമീണ വായ്പ നൽകുന്നതിനുള്ള ഇന്ത്യയിലെ പരമോന്നത ഫണ്ടിംഗ് ഏജൻസിയാണ് നബാർഡ്. അപ്പോൾ നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇത് എന്നാണ് സ്ഥാപിതമായത്? 1982. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. സ്വയം സഹായ ഗ്രൂപ്പുകൾ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഡാഷ് ക്രെഡിറ്റ് വാഗ്ദാനം ചെയ്യുന്നു. സ്വയം സഹായ ഗ്രൂപ്പുകൾ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഡാഷ് ക്രെഡിറ്റ് വാഗ്ദാനം ചെയ്യുന്നു. എന്ത് ക്രെഡിറ്റ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്? ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ മിതമായ പലിശ നിരക്കില്, ഓപ്ഷൻ ബി ജാമ്യമില്ലാതെ, ഓപ്ഷൻ സി എയും ബിയും തെറ്റാണ്, ഓപ്ഷൻ ഡി എയും ബിയും ശരിയാണ്.
ഏതാണ് സ്വയം സഹായ ഗ്രൂപ്പുകൾ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഡാഷ് ക്രെഡിറ്റ് വാഗ്ദാനം ചെയ്യുന്നു? എന്ത് ക്രെഡിറ്റ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എയും ബിയും ശരിയാണ്. അതായത് മിതമായ പലിശ നിരക്കിലും ക്രെഡിറ്റ് വാഗ്ദാനം ചെയ്യുന്നു, ജാമ്യമില്ലാതെയും ക്രെഡിറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇതര മാർക്കറ്റിംഗ് ചാനലുകൾ കർഷകരെ ഡാഷ് അവരുടെ വിപണിയെയും ഡാഷ് അവരുടെ വില അപകടത്തെയും സഹായിക്കുന്നു. ഇതര മാർക്കറ്റിംഗ് ചാനലുകൾ അവരെ ഡാഷ് അവരുടെ വിപണിയെയും ഡാഷ് അവരുടെ വില അപകടത്തെയും സഹായിക്കുന്നു. ഓപ്ഷൻ എ വികസിപ്പിക്കുക, ഓപ്ഷൻ ബി കുറയ്ക്കുക, ഓപ്ഷൻ സി വികസിപ്പിക്കുക കുറയ്ക്കുക, ഓപ്ഷൻ ഡി കുറയ്ക്കുക വികസിപ്പിക്കുക. ഏതാണ് ഇതിന്റെ അകത്ത് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? വികസിപ്പിക്കുക കുറയ്ക്കുക. അതായത് ഇതര മാർക്കറ്റിംഗ് ചാനലുകൾ കർഷകരെ വികസിപ്പിക്കുക, അവരുടെ വിപണിയെയും കുറയ്ക്കുക, അവരുടെ വില അപകടത്തെയും സഹായിക്കുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് എന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങള് ഒരു പ്രത്യേക വിലയ്ക്ക് സർക്കാർ വാങ്ങുമെന്ന വാഗ്ദാനമാണ്. ഡാഷ് എന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു പ്രത്യേക വിലയ്ക്ക് സർക്കാർ വാങ്ങുമെന്ന വാഗ്ദാനമാണ്. ഓപ്ഷൻ എ പരമാവധി ചില്ലറ വില, ഓപ്ഷൻ ബി കുറഞ്ഞ താങ്ങുവില, ഓപ്ഷൻ സി എയും ബിയും ശരിയാണ്, ഓപ്ഷൻ ഡി എയും ബിയും തെറ്റാണ്. ഏതാണ് ഇതിന്റെ അകത്ത് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കുറഞ്ഞ താങ്ങുവില എന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു പ്രത്യേക വിലയ്ക്ക് സർക്കാർ വാങ്ങുമെന്ന വാഗ്ദാനമാണ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. 10-20 ആളുകളുള്ള ഗ്രാമങ്ങളിലെ ഒരു സാമ്പത്തിക ഇടനില സമിതിയാണ് ഡാഷ്. ഏതാണത്? 10-20 ആളുകളുള്ള ഗ്രാമങ്ങളിലെ ഒരു സാമ്പത്തിക ഇടനില സമിതിയാണ് നബാർഡ്, മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാം, സ്വയം സഹായ സംഘം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല. ഇത് ഈ ഓപ്ഷനകത്ത് ഏതാണ്? 10-20 ആളുകളുള്ള ഗ്രാമങ്ങളിലെ ഒരു സാമ്പത്തിക ഇടനില സമിതിയാണ്. ഏത്? നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ചുറ്റുപാടുകളിലൊക്കെ കാണുന്നതാണ്. ഏതാണത്? സ്വയം സഹായ സംഘം അല്ലെ? സ്വയം സഹായ സംഘം. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ മേഖലയിലെ കാർഷിക വിപണികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ഗ്രാമീണ മേഖലയിലെ കാർഷിക വിപണികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ഓപ്ഷൻ എ അനിയന്ത്രിതമായ വിപണികളിലെ അപാകത, ഓപ്ഷൻ ബി സംഭരണ സൗകര്യങ്ങളുടെ അഭാവം, ഓപ്ഷൻ സി മതിയായ സാമ്പത്തിക അഭാവം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം. ഗ്രാമീണ മേഖലയിലെ കാർഷിക വിപണികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ് അല്ലെ? അപ്പോൾ ഗ്രാമീണ മേഖലയിലെ കാർഷിക വിപണികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അനിയന്ത്രിതമായ വിപണികളിലെ അപാകത, സംഭരണ സൗകര്യങ്ങളുടെ അഭാവം, മതിയായ സാമ്പത്തിക അഭാവം. അടുത്ത ക്വസ്റ്റ്യൻ. മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാം ഡാഷ് ആയി നിർവചിച്ചിരിക്കുന്നു. മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാം ഡാഷ് ആയി നിർവചിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ സ്വാശ്രയ സംഘങ്ങൾ അവരുടെ അംഗങ്ങൾക്ക് നൽകുന്ന വായ്പാ വ്യവസ്ഥ, ഓപ്ഷൻ ബി ചെറുകിട കർഷകർ നൽകുന്ന വായ്പാ വ്യവസ്ഥ, ഓപ്ഷൻ സി വൻകിട കർഷകർ നടത്തുന്ന വായ്പാ വ്യവസ്ഥ, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഇതിൽ ഏതാണ് മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാം ഡാഷ് ആയി നിർവചിച്ചിരിക്കുന്നു? എന്തായി ആണ് നിർവചിച്ചിരിക്കുന്നത്? സ്വാശ്രയ സംഘങ്ങൾ അവരുടെ അംഗങ്ങൾക്ക് നൽകുന്ന വായ്പാ വ്യവസ്ഥ ആയി നിർവഹിച്ചിരിക്കുന്നു. മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാം സ്വാശ്രയ സംഘങ്ങൾ അവരുടെ അംഗങ്ങൾക്ക് നൽകുന്ന വായ്പാ വ്യവസ്ഥയായി നിർവഹിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ ഫ്ലഡ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ പാൽ സഹകരണ സംഘങ്ങള്, ഓപ്ഷൻ ബി പയറുവർഗ സഹകരണ സംഘങ്ങള്, ഓപ്ഷൻ സി ധാന്യ സഹകരണ സംഘങ്ങള്, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഓപ്പറേഷൻ ഫ്ലഡ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാൽ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് പാൽ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്നതിൽ ഏതാണ് സ്വാശ്രയ ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ ശരിയല്ല? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിന്റെ അകത്ത് ഏതാണ് സ്വാശ്രയ ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ ശരിയല്ലാത്തത്? ഓപ്ഷൻ എ 1982 അവ അവതരിപ്പിച്ചത്, ഓപ്ഷൻ ബി അവർ ഗ്രാമീണരുടെ ഒരു ചെറിയ കൂട്ടായ്മയാണ്, ഓപ്ഷൻ സി
ഗ്രാമീണ ദരിദ്രർക്ക് വായ്പാ സംവിധാനത്തിന് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ അവ സഹായിക്കുന്നു. മുകളിൽ പറഞ്ഞവ എല്ലാം തെറ്റാണ്. അപ്പോൾ ഏതാണ് സ്വാശ്രയ ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ ശരിയല്ലാത്തത്? ഏതാണ് എന്നാലോചിച്ച് നോക്കിയേ. 1982 അവ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ശരിയല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷിൽ സ്വയം സഹായ സംഘങ്ങൾ നിലവിൽ വന്നു. ആർക്കൊക്കെ അറിയാം എന്നാണ് സ്വയം സഹായ സംഘങ്ങൾ നിലവിൽ വന്നതെന്ന്? 1982 96 92 88 എന്നാണ് സ്വയം സഹായ സംഘങ്ങൾ നിലവിൽ വന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നാണ്? 1992 സ്വയം സഹായ സംഘങ്ങൾ നിലവിൽ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 1988 സ്ഥാപിതമായ ഈ പദ്ധതികളിൽ ഏതാണ്? താഴെ 4 പദ്ധതികൾ കൊടുത്തിട്ടുണ്ടല്ലേ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് 1988 സ്ഥാപിതമായ പദ്ധതികൾ ഏതാണ്? ഓപ്ഷൻ എ കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഓപ്ഷൻ ബി സ്വയം സഹായ സംഘങ്ങള്, ഓപ്ഷൻ സി ഭാരത് നിർമ്മാൺ. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല. ഏതാണ് 1988 സ്ഥാപിതമായ പദ്ധതികൾ? ഏതാണ്? കിസാൻ ക്രെഡിറ്റ് കാർഡ് അല്ലെ. കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണ് 1988 സ്ഥാപിതമായ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കാൻ ഈ പദ്ധതികളിൽ ഏതാണ് അനുവദിക്കുന്നത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് BPL സബ്സിഡി, BPLകാർക്ക് സബ്സിഡി നിരക്കില് അവശ്യ സാധനങ്ങൾ ലഭിക്കാൻ ഈ പദ്ധതികളിൽ ഏതാണ് അനുവദിക്കുന്നത്? 4 പദ്ധതികൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏത് പദ്ധതികളാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സബ്സിഡി നിരക്കിൽ ആവശ്യ സാധനങ്ങൾ ലഭിക്കാൻ അനുവദിക്കുന്നത്? ഓപ്ഷൻ എ പൊതുവിതരണ സംവിധാനം, ഓപ്ഷൻ ബി ബഫർ സ്റ്റോക്ക്, ഓപ്ഷൻ സി കുറഞ്ഞ താങ്ങുവില, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല. ഏതാണ്? പൊതുവിതരണ സംവിധാനം. പൊതുവിതരണ സംവിധാനമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സബ്സിഡി നിരക്കിൽ ആവശ്യ സാധനങ്ങൾ ലഭിക്കാൻ അനുവദിക്കുന്നത്. ഏതാണ്? പൊതുവിതരണ സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആലോചിച്ച് നോക്കിയേ. കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആരംഭിച്ച സംസ്ഥാനം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ. കൃഷി വകുപ്പിന്റെ പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷി ഭവനുള്ള അവാർഡ്. കൃഷി വകുപ്പിന്റെ പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവനുള്ള അവാർഡ് പുത്തൂർ കൃഷിഭവൻ. ആർക്കാണ് കിട്ടിയത്? പുത്തൂർ കൃഷിഭവനാണ്. കൃഷി വകുപ്പിന്റെ പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവനുള്ള അവാർഡ് ആർക്കാണ്? പുത്തൂർ കൃഷിഭവൻ. അടുത്ത ക്വസ്റ്റ്യൻ. NI ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആരംഭിക്കുന്നത്? NI ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആരംഭിക്കുന്നത് കൊല്ലത്താണ് അല്ലെ. കൊല്ലത്ത്. NI ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആരംഭിക്കുന്നത് എവിടെയാണ്? കൊല്ലത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. കർഷകരെ ബോധവൽക്കരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിന്റെ മാതൃകയിൽ ആരംഭിച്ച പ്രതിമാസ പരിപാടി. കർഷകരെ ബോധവൽക്കരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിന്റെ മാതൃകയിൽ ആരംഭിച്ച പ്രതിമാസ പരിപാടി ഏതാണ്? കിസാൻ കി ബാത്ത്. കിസാൻ കി ബാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. 54ാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? 54ാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? പൃഥ്വിരാജ് സുകുമാരൻ. പൃഥ്വിരാജ് സുകുമാരനാണ് 54ാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച നടനുള്ള അവാർഡ് നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഇന്ത്യയുടെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? 2024 ഇന്ത്യയുടെ ദേശീയ ചലച്ചിത്ര അവാർഡില് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? ആട്ടം. ആട്ടമാണ് 2024 ഇന്ത്യയുടെ ദേശീയ ചലച്ചിത്ര അവാർഡില് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ആട്ടം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.